ഇനിയിപ്പോൾ നമ്മൾ മരുമക്കളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതാണ് ഒരു അപകടം പിടിച്ച മേഖല. പോട്ടെ വരാം. പക്ഷെ ആ അപകട ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുന്നില്ല. പല ആൾക്കാരും ചിലപ്പോൾ അങ്ങനെ പറയാനൊന്നുമില്ല. പല ആൾക്കാരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കാം ചിലപ്പം ആരാണ് കൂടുതൽ ഇഷ്ടം. അങ്ങനെ അതിലൊരു കാര്യമേ ഇല്ല. കാരണം നമ്മൾ കള്ളം പറയാമല്ലോ. ഒരു കള്ളമൊക്കെ ദൈവം അനുഭവിച്ചിട്ടുണ്ട്. നിങ്ങളുടെ മൂന്നുപേരും ആ ഒരു കോംബോ എങ്ങനെ? നിങ്ങൾ ഒരുമിച്ച് മൂന്ന് പേരും ഇരിക്കുന്ന സിറ്റുവേഷൻസ് സമയങ്ങളുണ്ടോ? അല്ലെങ്കിൽ മൂന്ന് പേരും കൂടി ഇരിക്കുന്ന സിറ്റുവേഷൻസ് വളരെ വളരെ കുറവാണ്. പക്ഷേ മരുമക്കൾ രണ്ടുപേരും ഞാൻ കണ്ടിടത്തോളം എടുത്തു പറയാനുള്ളൊരു കാര്യം, രാജുവിൻ്റെ ഒരു ജോലികളുടെ രീതിയും തിരക്കിൻ്റെ രീതിയും ഒക്കെ അനുസരിച്ച് സുപ്രിയയെ പോലെ ഒരാൾ അത്യാവശ്യമാണ് അവന്. കാരണം അവന് സമയമില്ല ഒന്നിനും. സോ ആരെങ്കിലും ഇതൊക്കെ അറിയാവുന്ന, ഇതെല്ലാം പഠിച്ച് മനസ്സിലാക്കി അത് ഫോളോ അപ്പ് ചെയ്യുന്ന ഒരാൾ രാജുവിന് വേണം. ഇന്ദ്രൻ്റെ അവിടെയും അത് തന്നെയാണ് സംഭവം. കാരണം പൂർണിമയ്ക്ക് ബൊട്ടി കൊണ്ട് മക്കളെ പഠിപ്പിക്കണത് ഇപ്പോൾ വീട് തീരാറായി. ജനുവരിയോ ഫെബ്രുവരിയോ കണ്ട് പാല് കാച്ച നല്ലൊരു വീടാണ്. ഞാൻ പോയി കണ്ടിരുന്നു 2 ദിവസം മുമ്പ്. അപ്പോൾ അതൊക്കെ ഈ പണികളുടെ കാര്യം നോക്കുന്നത് ഇവരല്ലേ. ഇവരൊക്കെ ഇവിടെ ഇരിക്കുന്നു. ഹൈദരാബാദിൽ വെബ് സീരീസ് ആമേ. ഇപ്പം മദ്രാസിൽ. അത് രാജു പറയാം, ഞാൻ ചോദിക്കത്തേ ഇല്ലേ ഏത് വളവാന്നോ എവിടാന്നോ. എന്തിനെങ്കിലും വിളിക്കുമ്പോൾ മോനെ പിന്നെ ഞാൻ നാളെ കൊച്ചി. അമ്മേ ഞാൻ കൊച്ചിയിലല്ലമ്മേ, ഞാൻ ഹൈദരാബാദിലമ്മേ. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഹൈദരാബാദിലാണ്. അപ്പോൾ ഇങ്ങനെ സ്ഥലത്തില്ലാത്തപ്പം തീരെ ഒന്നും അറിയാൻ വയ്യാത്ത പെൺപിള്ളേരൊന്നും അവർക്ക് പറ്റത്തില്ല. കാരണം കുറച്ചൊക്കെ സ്മാർട്ടായിരിക്കണം കാര്യങ്ങൾ നോക്കാനും എടുക്കുകയൊക്കെ. പിന്നെ എന്നോട് ആർക്കാ ഇഷ്ടമെന്ന് ചോദിച്ചാൽ ഇപ്പം പറയണോ? വേണ്ട. അതല്ല, ഞാൻ ചുമ്മാ പറഞ്ഞ അല്ല. ഇഷ്ടമെന്ന് പറയാൻ ഈ ഇഷ്ടം കാണിക്കുക എന്ന് പറഞ്ഞാൽ സത്യസന്ധമായിട്ട് ഞാൻ പറയാം, ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ഉള്ളിൽ സ്നേഹം വെച്ച് ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് പൃഥ്വിരാജ്. അവന് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് ചെയ്തിരിക്കും. എനിക്ക് നല്ല അല്ല, സിനിമാ അഭിനയത്തിൻ്റെ കാര്യമല്ലേ. ഇവിടെ കുറേ പേര് നേരം വെളുത്തിട്ട് 100 കഥയായിട്ട് വരും. അമ്മയൊന്ന് വായിച്ചിട്ടേ ഈ കഥയൊന്ന് അഭിനയിക്കും. ഞാൻ പറയാം, എൻ്റെ പൊന്നു മക്കളെ, എനിക്ക് തലക്കിട്ട് 2 തന്നാലും സാരമില്ല, ഈ ജോലി ഏൽപ്പിക്കരുത്, വേറെ വല്ലതും ഉണ്ടെങ്കിൽ പറ എന്ന് ഞാൻ പറയും. അതേപോലെ ഈ പറഞ്ഞ മരുമക്കളെ നോക്കുകയാണെങ്കിൽ അതേപോലെയാണ് സുപ്രിയയ്ക്ക് വരാനും പോകാനും കാണാനും ഒന്നും സമയങ്ങൾ കുറവാണ്, സത്യം പറയാം. കാരണം അത് ഞാൻ ഒരിക്കലും കുറ്റം പറയത്തില്ല. കാരണം മറ്റേത് പ്രൊഡക്ഷൻ്റെ കണക്ക് ഓഡിറ്റിങ്, അയ്യോ എന്തോരം പണിയാ. എന്നാൽ പൂർണ്ണിമയ്ക്കുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ തിരക്കാണെങ്കിലും ഇടയ്ക്കൊന്ന് ഓടി വരും. ഈ പറഞ്ഞ ഇന്ദ്രൻ പിന്നെ വരത്തില്ല. അത് വെച്ച് നോക്കുമ്പോൾ മക്കളെക്കാട്ടി ഭേദം മരുമക്കളാട്ടോ. അവരൊക്കെ വല്ലപ്പോഴും ഒന്ന് വരും. മറ്റേ ഇങ്ങനെ വീഡിയോ കോൾ വഴിയാ ഇത് തന്നെയല്ലേ എൻ്റെ അമ്മ എന്ന് ചോദിക്കുന്ന ഒരവസ്ഥ തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ ബിസി ലൈഫുകളിൽ. അതെ. അപ്പോൾ ഞാൻ പറയും, വീഡിയോയിൽ കൂടെ എങ്കിലും ഒന്ന് കണ്ടല്ല, ഇതാണ് നിൻ്റെ അമ്മ എന്ന് ഞാനും പറയാറുണ്ട് അങ്ങോട്ട്. ആണോ ഇഷോ ഒന്ന് കാണിച്ചു തന്നായില്ലെങ്കിൽ തെറ്റിപ്പോയെങ്കിലും എന്നൊക്കെ പറഞ്ഞ് തമാശ പറയാം, തിരിച്ചിങ്ങോട്ടും തരും. അല്ല, അപ്പം മക്കളെ സംബന്ധിച്ച് തിരക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഇഷ്ടത്തിൻ്റെ ഒരു അളവ് കൂടുകയും കുറയുകയും ചെയ്യും. അപ്പം അത് ഞാൻ മനസ്സിലാക്കൊന്നും ഉണ്ടായിട്ടല്ല എന്നുള്ളത്. പക്ഷേ പൂർണ്ണ കുറേ കൂടെ മാനേജ് ചെയ്യും. അമ്മയ്ക്കൊരു സങ്കടമായിരിക്കും ആരും ചെന്നില്ലെങ്കിൽ എന്ന് മനസ്സിലാക്കുന്നത് കുറച്ചും കൂടി പൂർണ്ണിമയാണ്. സുപ്രിയയ്ക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല, അവിടെ ആരും ഇല്ല. ഈ കുഞ്ഞിനെ കൊണ്ട് കൊച്ചുകുട്ടിയല്ലേ, ഇവർ 2 പേരൊക്കെ സ്കൂളിൽ പോയി 12th ആയി 8 ഇങ്ങനെ പല വലിയ കുട്ടികളായി. മറ്റേത് രാജുവിനെ കൊണ്ട് ഇക്ഷ ഇണ്ട ഇമ്മ ഇബ്ബ എല്ലാം വരപ്പിക്കുന്ന അലങ്കൃത. അപ്പം അതുകൊണ്ട് അങ്ങനെ ഇട്ടേച്ച് വരാനും ഒക്കത്തില്ല. ഇവർ 2 പേരും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഉള്ള മരുമക്കൾ ആൾക്കാരാണ്. അപ്പോൾ എപ്പോഴെങ്കിലും ചേച്ചിക്ക് തോന്നിയിട്ടുണ്ടോ അപ്പം വീട്ടുകാർ അല്ലെങ്കിൽ കുഞ്ഞിനെ നോക്കണം, അതെല്ലാം കൂടെ നടക്കുമോ എന്നുള്ള ഒരു ആശങ്ക എപ്പോഴെങ്കിലും? അല്ല, അതില്ല. എനിക്കൊന്ന് സുപ്രിയയുടെ അമ്മ സുപ്രിയയുടെ കൂടെയാണ്. അപ്പോൾ അവർ ഒരു സഹായത്തിനുണ്ട്. ഇവിടെ എറണാകുളത്തുണ്ട്, ഇവിടെ തന്നെയാണല്ലോ. ഞാനങ്ങ് തിരുവനന്തപുരത്ത് പോകും. എൻ്റെ ഇവിടുത്തെ ജോലി കഴിഞ്ഞാൽ ഞാനങ്ങ് തിരുവനന്തപുരത്ത് പോകും. അപ്പോൾ അമ്മയുണ്ട്. പിന്നെ അങ്ങനെ നോക്കാനായിട്ടുള്ള ഒരു പാടിനവിടെ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അതിനൊക്കെയുള്ള ആൾക്കാരും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അവിടെ. അതുകൊണ്ട് ഇപ്പോൾ കൊച്ചുമക്കളുടെ കാര്യം പറയുകയാണെങ്കിൽ അവരും പാട്ട്, ഡാൻസ്. കൊച്ചുമക്കൾക്കാണ് സത്യം പറഞ്ഞാൽ ആരാണ് ചേച്ചിയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതെന്ന് ചോദിച്ചാൽ കൊച്ചുമക്കളാണ്. അത് അലങ്കൃതയാണെങ്കിലും ശരി. അലങ്കൃതയൊക്കെ എൻ്റെ ചുമ്മാ തമാശരെങ്കിലും രാജു ഇന്ദ്രൻ്റെ കൂടെ അന്നാണ് സുഖോട്ടൻ്റെ ബലി ദിവസം ഏതാണ്ടോ പറഞ്ഞാൽ, അച്ഛാ ഡാഡാ പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ അച്ഛമ്മയും ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് ഇന്ദ്രൻ്റെ 2ാമത്തെ പോക്ക് നക്ഷത്രയ്ക്കും ഇഷ്ടമല്ല, അലങ്കൃതയ്ക്കും ഇഷ്ടമല്ല. പ്രാർത്ഥന കുറച്ചുകൂടെ വളർന്നത് കൊണ്ട് കുറച്ചുകൂടെ ഒക്കെ ഇല്ല ഇന്ദ്രൻ്റെ വിട്ടൊരു മര്യാദ പാലിച്ച് സംസാരിക്കും. മറ്റവരുടെ ഒരു പച്ചയ്ക്ക് പറഞ്ഞ് നേരിട്ട് അല്ല, ശരിക്കും അവർ വലിയ കാര്യമാണ്. ഞാൻ അച്ഛമ്മ വന്നു എന്ന് കേട്ടാൽ അലങ്കൃതയ്ക്ക് നക്ഷത്രയ്ക്ക് അല്ലാതെ. പക്ഷേ ഇപ്പോഴത്തെ ഒരു പഠിത്തത്തിൻ്റെ രീതി, വൈകിട്ടൊരു 3:30 സ്കൂളിൽ നിന്ന് വന്നു, എന്തെങ്കിലും കഴിച്ചു
കഴിച്ചു, ഒരു കുളിച്ചു, ഡ്രസ്സ് മാറി, പിന്നെ ട്യൂഷൻ ഒരു 7:30 വരെ ഫ്രഞ്ച് എന്നോ അതെന്നോ. ഇതിൻ്റെ ഇടയിൽ കൂടെ പിയാനോ. അലങ്കൃത അസലായിട്ട് പിയാനോ വായിക്കും കേട്ടോ. വെളിയിൽ നിന്ന് കണ്ടുന്ന ഒരു ടീച്ചർ വന്നാൽ പഠിപ്പിക്കുന്നത് അതുപോലെ. പ്രാർത്ഥന, ഗിറ്റാറും വായിക്കും, പിയാനോയും വായിക്കും. അപ്പോൾ അതിൻ്റെ ക്ലാസ്സും സ്കൂളിലെ ക്ലാസ്സും എല്ലാം കൂടെ 7-8 മണിക്കാണ് ഈ പിള്ളേർ വരുന്നത്. അപ്പോഴത്തേക്ക് എന്തെങ്കിലും ഹോംവർക്ക് ഉണ്ടെങ്കിൽ ഒരു 1 hour അതെല്ലാം ചെയ്ത് തീർത്തു, ഭക്ഷണം കഴിച്ചു, തുടങ്ങി രാവിലെ 6-5:30 മണിക്കൊക്കെ എഴുതാൻ. എവിടെ സമയം പിള്ളേർക്ക്? സത്യം. എന്നാൽ അതിനു വേണ്ടിയുള്ള ഗുണമൊക്കെ ഉണ്ടോ? ഇത്രയും കൂടെ ഒക്കെ പഠിച്ച് തലേ കയറ്റിയിട്ട് അതൊന്നുമില്ല. അതിലൊക്കെ എടുക്കരുത് ഞങ്ങളൊക്കെ തന്നെ കേട്ടോ. അത് സംശയം. പഴയ സ്കൂള് തീർച്ചയായിട്ടും. അതെ. അതുകൊണ്ട് സത്യം ശരിയാ. എന്തോ എനിക്കറിയത്തില്ല. ഇവരൊക്കെ ഇനിയും വേറെ ഇനിയത്തെ കാലം ഇതിനൊക്കെ ആയിരിക്കും സാമർഥ്യം കൂടുതൽ വേണ്ടത്, എനിക്കറിയില്ല. പക്ഷേ നമ്മളൊരു കാര്യം ഒരു സ്ഥലത്ത് പോയി സംസാരിക്കുമ്പോഴോ എടുക്കുമ്പോഴോ ഒക്കെ അവരുടേതായ ഒരു ലോകത്ത് നിന്നുകൊണ്ടുള്ള വർത്തമാന രീതികളെ അവർക്ക് പറ്റുള്ളൂ. അല്ലാതെ ഒരു ജനറലായിട്ടുള്ള ഒരു നമ്മുടെ ഒരു കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിനൊന്നും താല്പര്യമേ ഇല്ല. ഇപ്പോൾ മറ്റേ ഏതോ ഇത് ട്രോള്, ഹൂ ഇസ് ബോതേഡ്, അപ്പം ലെറ്റ് ദം റൈറ്റ്. ഇതൊക്കെ ഒരുപാട് നിസ്സാരമായിട്ടൊക്കെയാണ്. നമ്മുടെയൊക്കെ കാലത്താണ് ഇത് മതി പെൺപിള്ളേർക്ക് ഇരുന്ന് കരയാൻ ഒന്നും അറിഞ്ഞല്ലേ എന്നൊക്കെ പറഞ്ഞ് കരയുന്ന പെൺപിള്ളേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അതിലൊന്നും കാര്യമൊന്നുമില്ല. ഇപ്പോഴത്തെ പെൺപിള്ളേർ കുറെ കൂടെ ജീവിക്കാൻ പഠിച്ചവരാണ്. കൊച്ചുമക്കൾ ആക്ച്വലി സിനിമയിലേക്ക് വരും എന്ന് പലരും ചിലപ്പോൾ ഓർക്കുന്നുണ്ടാവാം. നക്ഷത്രം ഓൾറെഡി വന്നല്ലോ. ഒരു ആക്ടിങ് രീതിയിലേക്ക് അങ്ങനെ ഒരു സ്കോപ്പ് ഉണ്ടോ? അല്ല, നക്ഷത്രക്കുണ്ട്. നക്ഷത്രം അസലായിട്ട് ചെയ്യും. അവൾ ഈയിടെ ഒരു വെബ് സീരീസ് ഒക്കെ ചെയ്തിട്ട് ഞാൻ അന്തം വിട്ടുപോയി. ഈശ്വര, അവിടെ ഉള്ളവരും പറഞ്ഞെന്ന് പറഞ്ഞേട്ടോ, ഒരു വളരെ ഹെവി ആയിട്ടുള്ള ഒരു സീനും അതെ, അല്ലെങ്കിൽ അവളുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള ഡയലോഗുകളും അതെ, നന്നായിട്ട് ചെയ്യും. നക്ഷത്രയ്ക്ക് എനിക്ക് എൻ്റെ പൂർണ്ണ വിശ്വാസം നക്ഷത്രം വരുന്നത് തന്നെയാണ്. മറ്റവരെ രണ്ടുപേരെയും അങ്ങനെ ഇതുവരെ അങ്ങനെ അതിലേക്ക് അങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ അധികം അതിനുള്ള സാഹചര്യങ്ങളും അവർക്ക് ഉണ്ടായിട്ടില്ല. പ്രാർത്ഥനയ്ക്ക് പഠിത്തം, അലങ്കൃതയും കൊച്ചുകുട്ടിയല്ലേ, അവളിപ്പോൾ ഇല്ല കാർട്ടൂണും അതും ഇതൊക്കെ കണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നക്ഷത്ര നല്ല നല്ല ആർട്ടിസ്റ്റാണ്. ഒരു ടാലന്റ് പരിപാടിയുണ്ടല്ലേ. ഇവരുടെ രണ്ടുപേരുടെയും പ്രണയവിവാഹങ്ങളായിരുന്നു. അതെ, ഒന്നാന്തരം പ്രണയവിവാഹമായിരുന്നു. അതെ, നല്ല രീതിയിലല്ലേ? നല്ല രീതിയിൽ. ഇപ്പോൾ സുഖേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെ, സുഖേൻ ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ അത് എന്നെ സപ്പോർട്ടായിരിക്കുമോ, എങ്ങനെ ആയിരിക്കും? സപ്പോർട്ട് ചെയ്യാതിരിക്കാനൊക്കത്തില്ല. കാരണം ഇവന്മാർ ചോദിച്ചാൽ അച്ഛനമ്മയും കൂടെ പ്രണയിച്ചല്ലേ കെട്ടിയെന്ന് ചോദിച്ചാൽ നമ്മളെന്തോ പറയും. അല്ല, അതെ, അതിൻ്റെ അല്ല. ഓഫ് കോഴ്സ് അത് പ്രണയിച്ചു എന്ന് പറഞ്ഞ പണ്ടും സുഖമായിട്ടും പറഞ്ഞൊരു വാചകമുണ്ട്, ഇറ്റ് ഓൾ ഡിപ്പെൻസ് അല്ലേ. അതിൻ്റെ നല്ലതും ചീത്തയും ഭവിഷ്യത്തുകളും നല്ലതും ഉണ്ടെങ്കിൽ അതെല്ലാം അവർ തന്നെ അനുഭവിച്ചോളാം. പിന്നെ നമ്മുടെയൊക്കെ വന്ന് സങ്കടം പറയുമ്പോൾ നമ്മൾ നിസ്സഹായരാ അല്ലേ, ഒന്നും ചെയ്യാനാകത്തില്ല. അങ്ങനെയുള്ള ചെറിയ ചെറിയ സൗന്ദര്യപ്പിണക്കങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളോ ഒക്കെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാവും. അത് സ്വയം മാനേജ് ചെയ്യും. ഇപ്പോൾ ഏത് കുടുംബത്തിലാണ് ഇല്ലാത്തത്? അത് അവരവർ തന്നെ മാനേജ് ചെയ്ത് നല്ല രീതിയിൽ അത് കൊണ്ടുപോകാനും കൂടെ പഠിക്കണം എന്നേ പറയുള്ളൂ. സുഖം, അത് വേണ്ടാന്ന് പറയത്തില്ല.